വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പനീർ ഗീ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമുക്ക് ഈ പനീർ മാരിനേഷൻ ചെയ്യാം. ഇത് ഇവിടെ ഞാൻ 400 grams ഓഫ് പനീറാണ് എടുത്തിരിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ഒരു 1/4 കപ്പ് കേർഡ് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അര തൊട്ട് 1/4 വരെ പോകും. ഒരുപാട് ഒത്തിരി സോറായത് എടുക്കല്ല. അഥവാ സോറായിട്ട് എടുത്തതാണെങ്കിൽ നമുക്ക് ഷുഗറോ ജാഗറിനോ ആഡ് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ ഒരു 1 ലെമണിൻ്റെ ജ്യൂസ്, 1 ടീസ്പൂണ് സോൾട്ട്. ഇത് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഈ പനീറിനകത്ത് മിക്സ് ചെയ്ത് ഏകദേശം ഇത് ഒരു 30 minutes മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഒരു 2 ടീസ്പൂണ് ഗീ എടുക്കുക, പാനിലേക്ക് ഒഴിക്കുക. ഗീ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇടുക, ഒരു ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് പെരിഞ്ജീരകം, വലിയ ജീരകം, ഒരു 2 ടീസ്പൂണ് സാദാ ജീരകം, ക്യുമിൻ സീഡ്. ഇത് ഒന്ന് മൂക്കട്ടെ. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 എണ്ണം. ഇത് വലിപ്പമുള്ളതുകൊണ്ടാണ് ഈ 4 എണ്ണം എടുത്തത്. പിന്നെ അല്പം ജിഞ്ചർ, അതോടൊപ്പം തന്നെ ഒരു ചെറിയ വലിപ്പത്തിൽ പുളി. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണ് കൊറിയാൻഡർ പൗഡർ, ഒരു 4 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ ഇത് ആ ചൂടിൽ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു, കാരണം ഈ പൗഡർ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട്. എന്നിട്ട് ഇത് അതിൻ്റെ ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇത് അതിൻ്റെ റോസ് സ്മെല്ലെല്ലാം മാറി ഒരു 2 minutes കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് ഞാൻ ഇത് ഒന്നുകൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കൂൾ ആയ ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. ഇനിയും ഈ പനീർ ഗീ റോസ്റ്റിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ്. അതിലേക്ക് കടായി എടുക്കുക, ഒരു 3 ടേബിൾ സ്പൂണ് ഗീ ചേർക്കുക. ചൂടായ ഗീയിലേക്ക് ഒരു 2 അനിയന് ചോപ്പ് ചെയ്തത് ഇടുക. അത് ഒരു 2 മിനിറ്റ് വഴറ്റുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ടർമറിക് പൗഡർ ഇടുക. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത മസാല അരച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നു. ഇതിനകത്ത് ഗീ എല്ലാം നല്ലതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ആ മിക്സിയുടെ ജാർ കഴുകിയ കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് മതി. അത് ഒന്നുകൂടെ ചേർത്ത് അതൊന്ന് കുക്കായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇനി ഈ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഓൾറെഡി നമ്മൾ പനീർ അതിനകത്ത് മാരിനേഷൻ ചെയ്തപ്പോൾ നമ്മൾ സോൾട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഗ്രേവിക്കകത്ത് വളരെ സൂക്ഷിച്ച് ഉപ്പിടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണ് ശർക്കര പൊടിച്ചത്, അല്ലെ ശർക്കര ജാഗറി പൗഡർ എന്നുവെച്ചാൽ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഗ്രേവിക്കകത്ത് പുളി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ പനീർ മാരിനേഷൻ ചെയ്യാൻ ചെയ്യുന്ന സമയത്ത്
നമ്മൾ കേർഡാണ് ചേർത്തത്. അപ്പം ആ ഒരു സോർ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഈ പനീർ ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഗ്രേവി എല്ലാം ഈ പനീറിൽ കോട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്നത് വരെ അത് കുക്ക് ചെയ്യുക. അധികം നേരം വേണ്ടി വരത്തില്ല, ഇത് എളുപ്പം അങ്ങ് അബ്സോർബ് ചെയ്ത് തിക്കായിട്ട് കിട്ടിക്കോളും. നമുക്ക് ഇത് ഗ്രേവി എല്ലാം ഇത് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിച്ച് അല്പം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് പെർഫെക്റ്റായിട്ട് വരും. സ്റ്റവ് ഓഫ് ചെയ്യാണ്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ കൂടെയും പൊക്കോളും. നാനും പിന്നെ ഈവൻ ബ്രെഡ്, ചപ്പാത്തി ഒക്കെ നല്ല ഒരു ഇതാണ്. സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈവൻ പ്ലെയിൻ റൈസ് അല്ല, ബസ്മതി റൈസ് പ്ലെയിനായിട്ട് കുക്ക് ചെയ്ത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. പിന്നെ അത് ചെയ്ത ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.